ഈ കൗമാരക്കാർക്ക് എന്നാന്ന് വെച്ചാൽ അവർക്ക് ഹെൽത്ത് കോൺഷ്യസ് അല്ല അവർ ആക്ച്വലി അവർ ബോഡി കോൺഷ്യസാണ്. ഒത്തിരി ചോറുണ്ടായാലാണ് നമുക്ക് വയറ് നിറയുക, നമ്മളത് ശീലിച്ചോണ്ട് മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുക, അതൊക്കെ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഫിറ്റ്നസ് ഒരിക്കലും ഒരാളുടെ ബോഡി ഷേപ്പ് അനുസരിച്ചല്ല. 30-40 ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വരുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം. അത് വേറൊരാളെ കാണിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുക, നമുക്കൊരു നീഡ് ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ടും ഡയറ്റും നോക്കിയാൽ മാത്രമേ ഒരു പ്രോപ്പർ റിസൾട്ട് വരത്തുള്ളൂ. ഫിറ്റ്നസ്, ജിം, വർക്കൗട്ട്സ് ഒക്കെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറേ മിത്സ് ഉണ്ട്, കുറേ റിയാലിറ്റീസ് ഉണ്ട്. 10 വർഷത്തിലധികമായി ഈ ഫീൽഡിൽ തുടരുന്ന കോട്ടയത്തു നിന്നുള്ള ടിനയോട് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് ഫിറ്റ്നസ് ജേണിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ട്രെൻഡ്സ്? ഇതേപ്പറ്റി സംസാരിക്കാൻ നമുക്കൊപ്പം ഉണ്ട് ടിന. സ്വാഗതം. നമ്മുടെ ശരീരം എപ്പോഴാണ് ഫിറ്റായിരിക്കുക എന്ന് പറയുന്നത്? നമ്മളിത് പൊതുവേ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കര വണ്ണമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഫിറ്റല്ല എന്ന് നമ്മൾ പൊതുവേ അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഫിറ്റ്നസ് ഒരിക്കലും ഒരാളുടെ ബോഡി ഷേപ്പ് അനുസരിച്ചല്ല. അവർക്ക് ചെയ്യാൻ ഡെയിലി ആക്ടിവിറ്റീസ് അവർക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരാളുടെ ഫിറ്റ്നസ് ലെവൽ നമ്മൾ പറയുന്നത്. നമുക്ക് ഡെയിലി ലൈഫ് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്റ്റെയർ കേസ് നമുക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾ ഫിറ്റാണോ അല്ലയോ എന്ന് പറയുന്നത്. അല്ല ഒരിക്കലും അയാളുടെ ബോഡി ഷേപ്പ് അനുസരിച്ചല്ല. ഇപ്പോൾ ശരീരം നമുക്ക് ഇത്തരം ഇൻഡിക്കേഷൻസ് തരുന്നു, നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഡെയിലി റൊട്ടീനൊക്കെ ഫോളോ ചെയ്യാനെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? അല്ലെങ്കിൽ ഈ ജിം, വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സമയത്ത് തുടങ്ങിയാൽ മതിയോ, അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ ആരംഭം എപ്പോഴായിരിക്കും? നമ്മൾ യൂഷ്വലി അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും ഇൻഡിക്കേഷൻ വരുമ്പോഴായിരിക്കും ഹെൽത്തിനെ പറ്റി ആലോചിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരുന്ന ക്ലയൻസ് ആണെങ്കിൽ എനിക്ക് വരുന്ന കേസസ് എല്ലാം അങ്ങനെയാണ്. എന്തെങ്കിലും ഇഞ്ചറി റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ, ഇപ്പം ഡോക്ടർ പറഞ്ഞു PCOD അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ. ലേഡീസിനാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്, അപ്പോൾ ലേഡീസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പം മിക്കവാറും എല്ലാവർക്കും PCOD ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. 90% ഇപ്പോൾ എൻ്റെ ജിമ്മിൽ വരുന്ന 90% ആൾക്കാർക്കും PCOD ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ആൾക്കാർ അത് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം. പിന്നെ ഇച്ചിരി പണ്ടത്തെക്കാളും ഒക്കെ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, ആൾക്കാർ കുറച്ചുകൂടി ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം വർക്കൗട്ട്, അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ വർക്കൗട്ട് മാത്രം നോക്കിയാലും പറ്റത്തില്ല, കൂടെ ഡയറ്റും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ ഇപ്പോൾ PCOD ഡയറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഡയറ്റുണ്ട്. അവർക്ക് പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ സജസ്റ്റ് ചെയ്യും, അതനുസരിച്ച് അവർ ഫുഡ് കഴിക്കുക, പ്ലസ് വർക്കൗട്ട് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയായിരിക്കും വരുന്നത്. ഇനി ഈ വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്രായം, കാലം ഇതൊക്കെ ബാധകമാണോ? എപ്പോൾ നമ്മളിത് തുടങ്ങണമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം പിള്ളേർക്ക്, ഇപ്പം നമ്മൾ ചെറിയ പിള്ളേരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പണ്ടത്തെ പോലെ ആൾക്കാർ പിള്ളേരൊന്നും ഇറങ്ങി നടന്ന് കളിക്കുന്നൊന്നുമില്ല. അപ്പം അവർക്ക് കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവാണ്. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ ഇപ്പം കുറേ ഫിസിക്കൽ എക്സസൈസിന് പറ്റുന്ന പോലത്തെ സ്പോർട്സും അങ്ങനെ അതിന് ഇനീഷ്യേറ്റീവ്. ഇപ്പം എൻ്റെ കൊച്ചിന് തന്നെയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. ഫിസിക്കലി പിള്ളേരെ ആക്റ്റീവ് ആക്കാൻ അത് സബ്ജക്റ്റ് ആക്കിയേക്കുക. അതൊരു സബ്ജക്റ്റാണ്. PT അതെല്ലാം ഒരു സബ്ജക്റ്റ് ആക്കി. പണ്ട് അങ്ങനെ ആവശ്യമില്ലായിരുന്നു, കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കളിക്കാനൊക്കെ പോകും. ഇപ്പം എല്ലാവരും വന്ന് TV ഫ്രണ്ടില്ല. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താലേ ഉള്ളൂ അവർക്കൊരു ഫിസിക്കൽ എക്സസൈസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഏജ് തൊട്ട് വേണം, ഒരു ഏജ് ഒരു ഫാക്ടറൊന്നുമല്ല. ഈ കൗമാരക്കാരെങ്ങനെയായിരിക്കും, ടീനേജേഴ്സ് എങ്ങനെയായിരിക്കും ഈ വർക്കൗട്ടിനെ കാണേണ്ടത്? അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം? കാരണം അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട പീരീഡാണ്, അവരുടെ പീരീഡ്സ് തുടങ്ങുന്നു, ശരീരം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിനൊക്കെ വിധേയമാകുന്ന സമയം. അപ്പോൾ കൗമാരക്കാരും അവരുടെ വ്യായാമം എന്നൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഡീൽ ചെയ്യേണ്ടത്? കൗമാരക്കാരിപ്പോൾ പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ആക്റ്റീവ്. ഇപ്പം ജിം ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുക, അതൊക്കെ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ ജിമ്മിൽ തന്നെയാണെങ്കിലും ഏജ് കുറവുള്ള ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ വേറൊരു വ്യത്യാസം ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിനിന് ആൾക്കാർ വരുന്നുണ്ട്. ഒരു 50-50 50% ആൾക്കാർ വെയിറ്റ് ഗെയിനും 50 ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഈ കൗമാരക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹെൽത്ത് കോൺഷ്യസ് അല്ല അവർ ആക്ച്വലി, അവർ ബോഡി കോൺഷ്യസാണ്. അവർക്ക് ബോഡി സെറ്റ് ആയിരിക്കണം, അതാണ് അവരുടെ ഇമ്പോർട്ടൻസ്. അല്ല അവർ
അസുഖങ്ങളെപ്പറ്റി ആലോചിക്കുന്നില്ല. പക്ഷേ ഒരു 30-40 ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇവരങ്ങനെയല്ല വരുന്നത്, എസ്പെഷ്യലി വെയിറ്റ് ഗെയിൻ ആൾക്കാർ. അപ്പം നമ്മൾ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്ത് അവരുടെ ബോഡി മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനുള്ള വർക്കൗട്ട് കൊടുക്കുക, പ്ലസ് കാലറി സർപ്ലസിൽ, അങ്ങനെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, കാലറി കൂടുതൽ നമ്മൾ ബേൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാലറി നമുക്ക് ബോഡിയിൽ ചെല്ലുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ വരുന്നത്. അതും ഹെൽത്തിയർ, നമ്മൾ ചുമ്മാ വലിച്ചുവാരി കഴിച്ചിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ല, പ്രോപ്പർ ന്യൂട്രീഷനിലുള്ള വെയിറ്റ് ഗെയിൻ. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ശരിക്കും വർക്കൗട്ടിന് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് ജിമ്മിലേക്ക് പോകേണ്ടതുണ്ടോ? ഓൺലൈൻ വർക്കൗട്ടുകൾ പ്രാക്ടിക്കലാണോ, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയൊക്കെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്, അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലാണോ? ഏതാണ് നല്ലത്? യൂട്യൂബ് നോക്കി വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എസ്പെഷ്യലി കംപ്ലീറ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇതിനു മുമ്പ് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടുള്ള, എന്താണ് വർക്കൗട്ട് എന്ന് അറിയ പോലും ഇല്ലാത്തവരായിരിക്കും ഈ യൂട്യൂബ് നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. അതും ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ 20s നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചുറീസ് ഒന്നും അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. കാരണം നമ്മൾ ചെറിയ ഏജിലാണല്ലോ. ഒരു 30-40 അവിടെ തൊട്ട് 30 ഇപ്പം കൂട്ടാം, 30+ ആൾക്കാർ പെട്ടെന്ന് ഇതുവരെ വർക്കൗട്ടൊന്നും ചെയ്യാതെ പെട്ടെന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും, എസ്പെഷ്യലി യൂട്യൂബിലെ നമുക്ക് അവർ പോസ്റ്റേഴ്സൊന്നും നമുക്കറിയത്തില്ല. മെയിനായിട്ട് വർക്കൗട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർക്കൗട്ടിൻ്റെ പോസ്റ്ററും ടെക്നിക്കും കറക്റ്റ് ആയിരിക്കണം. ഈ പോസ്റ്റേഴ്സൊക്കെ തെറ്റിപ്പോയാൽ ഈ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് വരും. നേരത്തെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് അതിനേക്കാളും പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ എന്തെങ്കിലും ഒരു, അതായത് നമ്മൾ വർക്കൗട്ടിന് എപ്പോഴും എന്തിനും റിസൾട്ടിന് നമുക്ക് കൺസിസ്റ്റൻസി വേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ടും ഡയറ്റും നോക്കിയാൽ മാത്രമേ ഒരു പ്രോപ്പർ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ആദ്യത്തെ ഒരു ആവേശത്തിന് നമ്മൾ യൂട്യൂബൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇഞ്ചറീസ്, ഫോർ എക്സാമ്പിൾ നീ പെയിൻ, ബാക്ക് പെയിൻ, എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന മെയിൻ ഇഷ്യൂസാണ് നീ പെയിനും ബാക്ക് പെയിൻ. എല്ലാവർക്കും അതാണ് ഇഷ്യൂസ്. അപ്പോൾ അതുമായിട്ട് വരുന്ന ആൾക്കാരോട് ഡോക്ടർ പറയുന്നത് റെസ്റ്റ് എടുക്കുക. പിന്നെ അവരുടെ ആ വർക്കൗട്ട് അവിടെ കട്ടായി. വർക്കൗട്ട് നടന്നാലേ ഡയറ്റ് നോക്കാനും നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതും പോയി. അപ്പോൾ എല്ലാം ഫുൾ ഔട്ട് ഓഫ് ട്രാക്കായി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വെയിറ്റും ഗെയിൻ ചെയ്യും. അത് ഇതൊരു നടക്കാത്ത ഒരു കാര്യം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരാൻ പാടില്ല. അപ്പം ആദ്യം കംപ്ലീറ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം അത്യാവശ്യം വർക്കൗട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഒരു യൂട്യൂബ് നോക്കി വർക്കൗട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, നേരത്തെ ജിമ്മിൽ പോയിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം പോസ്റ്റേഴ്സ് ഒക്കെ അറിയാമെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും പോസ്റ്റർ തെറ്റിയാൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ്ലി നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത ഉടനെ ഇഞ്ചുറി വരുമെന്നല്ല, റിപ്പീറ്റഡ് ആയിട്ട് ആ മൂവ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് ഇഫക്റ്റീവാണോ? എന്താ തോന്നിയിട്ടുള്ളത്? ഓൺലൈൻ ക്ലാസ്സസ് എന്താ വെച്ചാൽ, എനിക്കിപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക, എനിക്കിപ്പം 4 batches ആണ് ഓൺലൈൻ ഉള്ളത്. അതായത് മോർണിംഗും ഉച്ചയ്ക്കും ഉണ്ട്, വൈകുന്നേരവും ഉണ്ട്. അപ്പം ആ ബാച്ച് എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ആൾക്കാർക്ക് എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം രാവിലെ എന്തെങ്കിലും ഒരു പരിപാടി, എന്തിനേലും പോണ ഒരു ഫംഗ്ഷൻ, വർക്കൗട്ട് മിസ്സായി, അപ്പോൾ ആ ഫുൾ ഡേ മിസ്സായിപ്പോയി. അപ്പം ഞാൻ അവരോട് പറയും ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്കപ്പം ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുക. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരാൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യത്തുള്ളൂ. അതാണ്, എപ്പോഴും ഒരാൾ വേണം. ട്രെയിനറിന് മെയിൻ ജോലി മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വർക്കൗട്ട് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കത്തില്ല പലവരും വർക്കൗട്ടിന് വരുന്നത്. അവർക്കൊരു പുഷ് വേണം, എന്നാലേ അവർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ പറയും വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, വേറെ ബാച്ചിൽ ജോയിൻ ചെയ്യാമല്ലോ, അപ്പോൾ അവർ ജോയിൻ ചെയ്യും. എല്ലാവർക്കും വേണ്ടത് മോട്ടിവേഷൻ തന്നെയാണ്. ഈ മോട്ടിവേഷനെ കുറിച്ച് പറയുമ്പോഴേ, നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീല് കാണുന്നു, മോട്ടിവേറ്റഡ് ആവുന്നു, ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു, കുറച്ച് കാലം വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ നിർത്തുന്നു. ഇതൊരു കുറേ പതിവായി നമ്മൾ കാണുന്നതാണ്. ഈ മോട്ടിവേഷൻ ബേസ്ഡ് അല്ലാണ്ട് ഒരു ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ട് എപ്പോഴാണ് നമുക്കിത് മാറ്റാൻ പറ്റുക? അതിനുള്ള സ്റ്റെപ്സ് എന്തായിരിക്കും? ഡിസിപ്ലിൻ ബേസ്ഡ് ആണെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റാണല്ല, അതായത് വേറൊരാളെ കാണിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുക. നമുക്കൊരു നീഡ് ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് എല്ലാ ഒരു കാര്യം ഒരു റുട്ടീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ചിലവർക്ക് മോട്ടിവേഷൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതായിരിക്കും, അത് അവരുടെ മോട്ടിവേഷനായിട്ട് എടുക്കുന്നവരുണ്ട്. അത് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് അവർ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ്, നാളെയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്താണോ നമുക്ക് മോട്ടിവേഷൻ തരുന്നത് അതാണ് മെയിൻ. അതായത് നമുക്ക് ആ സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം, അത്രേ ഉള്ളൂ. വർക്കൗട്ടിനകത്ത് അത്ര ഈ ഹെൽത്തി ലിവിങ്ങിനകത്ത് വലിയൊരു തിയറി അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എന്ത് സാധനവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം.
അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പായിട്ട് വരും. റിസൾട്ടായിരിക്കും പിന്നെ അവരുടെ മോട്ടിവേഷൻ. കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ടും ഡയറ്റും ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടി, നമ്മുടെ ബോഡി മാറി, ആൾക്കാർ പറയുന്നു നല്ലതായെന്ന് പറയുന്നു, അത് നമ്മുടെ മോട്ടിവേഷൻ. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, അത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മോട്ടിവേഷൻ. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തി. പക്ഷേ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന് ആ ഒരു ട്രാക്കിലെത്താൻ കുറച്ച് പാടാണ്. അതെ, അങ്ങനെ വരുന്നവരോട് എന്താ പറയാറില്ല, മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ? ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അതിന് അവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് എത്തുന്നിടം വരെ ഒരു ട്രെയിനറിനെ വെക്കുക. അപ്പം ഞാൻ കണ്ടിന്യൂസ്ലി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ എങ്ങനെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കും. ആ ഒരു മോട്ടിവേഷൻ ഒരു ട്രാക്കിലെത്തി അവരൊരു റിസൾട്ട് വന്ന് അവർ ഉറപ്പായിട്ടും വരും. പിന്നെ എൻ്റെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ജനറൽ ട്രെയിനിങ്ങിനേക്കാളും ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നതായിരിക്കും എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതെന്ന് വെച്ചാൽ ലൈഫ് ലോങ് പേഴ്സണൽ ട്രെയിനിങ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം പേഴ്സണൽ ട്രെയിനിങ് ഇച്ചിരി എക്സ്പെൻസീവാണ്. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓൺലൈൻ ട്രെയിനിങ് കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിലാണ്. കാരണം ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്, പ്ലസ് ഒരു പേഴ്സണൽ അറ്റൻഷനും കിട്ടും. പിന്നെ ഓൺലൈൻ ട്രെയിനിങ് കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, അതിൻ്റെ കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ ഒരുങ്ങി പോകുന്നത് മടിയുള്ള ആൾക്കാരുണ്ട്, അത് മോട്ടിവേഷനായിട്ട് എടുക്കുന്നവരും ഉണ്ട്, അത് മടിയുള്ളവരും ഉണ്ട്. എല്ലാത്തിനും ഓരോ കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ട്രെയിനിങ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ അവർ ഈവൻ വെക്കേഷന് പോയാലും ഓൺലൈൻ ചെയ്യാം. 45 to 50 മിനിറ്റ്സേ ഉള്ളൂ സെഷൻ, മതി, അത്രയും മതി. അവർക്കപ്പോൾ അന്നത്തെ ദിവസത്തിനുള്ള വർക്കൗട്ടായി. ഈവൻ വെക്കേഷന് പോയാലും അവർ ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഗുണം. പക്ഷെ അപ്പോൾ വരുന്നൊരു സംശയം എന്താ വെച്ചാൽ, നമുക്ക് പൊതുവേ ഉള്ള ഡൗട്ടാണ്, കാർഡിയോ ചെയ്യണോ, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണോ, അതോ ഗ്രൗണ്ട് വർക്കൗട്ട്സ് മതിയോ? അപ്പോൾ എങ്ങനെയാണ് ഇതൊരു വ്യക്തിയിൽ നിന്ന് വ്യക്തി മാറിക്കൊണ്ടിരിക്കുമെന്നറിയാം. പക്ഷേ എങ്ങനെയാണ് നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ആണോ വേണ്ടത്, കാർഡിയോ ആണോ വേണ്ടത്, ഇതെങ്ങനെ നമുക്കറിയാം? ആസ് എ ബിഗിനർ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അതിതായിരിക്കും. നമുക്ക് വെയ്റ്റ് ട്രെയിനിങ്, അതായത് എക്സ്റ്റേണൽ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഡംബൽസോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷേ ബിഗിനർ ലെവലിൽ നമ്മൾ നോക്കുമ്പം അതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് തന്നെ വെയിറ്റായിട്ട് നമ്മൾ നോക്കിയിട്ടായിരിക്കും. അതായത് ബോഡി വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഓൺ ബോഡി വെയിറ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. പിന്നെ ചെറിയ വെയിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു പെയർ ഓഫ് ഡംബലോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പറയും. പിന്നെ ഒരു എക്സസൈസ് മാറ്റ് ഉണ്ടെങ്കിൽ കുറേ വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലോർ എക്സസൈസ് എല്ലാം ചെയ്യാം, ഫുൾ ബോഡി വർക്കൗട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതും പ്രാക്ടിക്കലാണ്. അപ്പം ഈവൻ 2 years ആയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം, അപ്പം നിങ്ങൾക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ കോട്ടയത്താണല്ലോ, അപ്പം കോട്ടയത്തുള്ള ആൾക്കാരെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുറത്തുള്ള ആൾക്കാരോട് പറയും, നിങ്ങൾ ഏതാണോ നല്ല ജിമ്മുള്ളത്, ഏതാണോ നല്ല ട്രെയിനറുള്ളത്, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോ. നിങ്ങൾ ഈ ലെവൽ കഴിഞ്ഞു. ഒരു ലിമിറ്റുണ്ട് ഇതിന്. പക്ഷേ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ ആ പുഷും കിട്ടും, വർക്കൗട്ടും നടക്കും. അപ്പോൾ ഒരാൾ ജിമ്മിലേക്ക് വരുന്നു, അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് വർക്കൗട്ട്സ് നമ്മൾ പറയുമ്പോൾ എത്ര കാർഡിയോ ചെയ്യണം, എത്ര ഗ്രൗണ്ട് വർക്കൗട്ട്സ് ചെയ്യണം, എപ്പോൾ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങണം, ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആൾക്കാരാണെങ്കിൽ നമ്മൾ കാർഡിയോ നമ്മൾ കുറവായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അതായത് നമുക്ക് കൂടുതലും സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ട്സ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് വെയിറ്റ്സ് വെച്ചിട്ടുള്ള വർക്കൗട്ട്. അപ്പം നമുക്ക് കാർഡിയോ ജസ്റ്റ് ഒരു വാമപ്പിന് മാത്രം ഒരു കാർഡിയോ സെഷൻ ആദ്യം ഇനീഷ്യലി ജസ്റ്റ് ബോഡി ഒന്ന് വാം ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് പ്രോപ്പർ കുറച്ച് സ്ട്രെച്ചസ് ഉണ്ട്, ഡൈനാമിക് സ്ട്രെച്ചസും സ്റ്റാറ്റിക് സ്ട്രെച്ചസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട്. അവർക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ ഓരോ ബോഡി പാർട്ടിനുള്ള വെയിറ്റ് ട്രെയിനിങ് ഓരോ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതേസമയം വെയിറ്റ് ലോസ് ഭയങ്കര വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെന്ന് ചോദിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ കാർഡിയോ കുറച്ചുകൂടെ കാർഡിയോ കൊടുക്കും. പക്ഷേ വെയിറ്റ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡിയോ കൊടുക്കത്തുള്ളൂ. അതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കാർഡിയോ കൂടുതലും വെയിറ്റ് ട്രെയിനിങ് കുറവ് അങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാലാണ് മസിൽ സ്ട്രെങ്ത് കൂടുന്നത്. മസിൽ സ്ട്രെങ്തിന് കൂടിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഫാറ്റ് ബേണിങ് നടക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ചെസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ 2 days അതിന് റെസ്റ്റ് കൊടുക്കുക. അതായത് 48 hours അതിന് ബേണിംഗ് ഉണ്ട്. അതായത് ആ മസിൽ റിപ്പയർ ചെയ്യാനുള്ള, അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽസിന് ടയർ ഉണ്ടാവുക ചെയ്യുന്നത്. അത് റിപ്പയർ ചെയ്യാൻ 48 hours. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോഴത്തേന് എന്നാ ബോഡി റിപ്പയർ ചെയ്യാൻ ബോഡിയിൽ നിന്ന് കാലറീസ് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെ കാലറി ബേൺ നടക്കുക. അതുകൊണ്ടാണ് ഈ വെയിറ്റ് ട്രെയിനിങ് ഇത്ര ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാളും കൂടുതൽ വേണ്ടത്
പെണ്ണുങ്ങൾക്കാണ്. കാരണം എവറി ഇയർ അവരുടെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി ആഫ്റ്റർ 30 നന്നായിട്ട് കുറയും. അപ്പം നമ്മൾ എക്സ്റ്റേണലി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ വെയ്റ്റ് ട്രെയിനിങ്ങിൽ സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ടാകുന്നൊരു പേടി, ഞങ്ങൾക്ക് മസിൽ ഗെയിൻ ചെയ്യുമോ, അപ്പോൾ ശരീരം ഒരു വെയിറ്റ് എടുക്കുന്ന ആൾക്കാരെ പോലെ അല്ലെങ്കിൽ മസിൽ വെച്ചിട്ട് ആകെ ബോഡിയുടെ ഷേപ്പൊക്കെ വേറെ ആയി പോകുമെന്നൊക്കെ പേടിയുണ്ട്. എങ്ങനെയാണ് ഈ മസിൽ വരുന്നതും വെയ്റ്റ് ട്രെയിനിങ്ങും ഒക്കെ തമ്മിലുള്ള ബന്ധം? കാരണം ഞാൻ ഭയങ്കര മസ്കുലറായിട്ട് ഇവിടെ നിന്നേനെ. ഞാനിപ്പോൾ 13 ഇയേഴ്സായിട്ട് വെയ്റ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്. ടെസ്റ്റോസ്റ്ററോൺ ആണ് നമ്മുടെ മസിൽ മാസ് കൂട്ടുക, അതായത് മസ്കുലർ ആക്കുന്നത്. അപ്പം അത് ലേഡീസിന് കുറവാണ്. അപ്പോൾ ഒരിക്കലും എക്സ്റ്റേണലി നമ്മൾ സ്റ്റീറോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുക്കാതെ ഒരിക്കലും മസിൽ ഗെയിൻ ഉണ്ടാവത്തില്ല. അത് എത്ര വെയിറ്റ് ട്രെയിൻ ചെയ്താലും നമുക്ക് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്രിയാറ്റിൻ അങ്ങനെയൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ക്രിയാറ്റിനൊക്കെ ചെയ്യുന്നത് നമുക്ക് വെയിറ്റ്സ് പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അത് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരിക്കലും മസിൽ ഉണ്ടാക്കത്തില്ല. നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുമോ? അത്തരത്തിൽ സൗന്ദര്യം കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. ഓക്കെ. പിന്നെ ഒരു സംശയം, നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലാണെങ്കിൽ ശരീരം സാഗ് ചെയ്യുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. സ്ട്രെച്ച് മാർക്സ് വരുമോ? ഇതെപ്പോൾ സംഭവിക്കുന്നത്? ഇത് നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ടൊരു വെയിറ്റ് ലോസ് വേണ്ടി ട്രൈ ചെയ്യുക. ഭയങ്കര പെട്ടെന്ന് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് അടുത്ത മാസം, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. നെക്സ്റ്റ് മന്ത് ഈ ടൈം ആകുമ്പോൾ കല്യാണം, ഈ ഇത്ര കിലോ കുറയ്ക്കണം, 10 കിലോ. ഞാൻ അപ്പം തന്നെ പറയും പൊക്കോ, നടക്കത്തില്ല, അതുകൊണ്ട് പൊക്കോളാം. അങ്ങനെയുള്ളവർ എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് ക്രാഷ് ഡയറ്റ്, പട്ടിണി കിടന്ന് വെള്ളം മാത്രം കുടിച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് അങ്ങനെ കുറയ്ക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ ഇഷ്യൂസ്, ഹെയർ ലോസ്, സ്കിൻ സാഗി ആവുക, റിങ്കിൾസ് വരിക. പിന്നെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു 10 kg ഒക്കെ കുറയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും സാഗിങ് വരും. ഞാനിപ്പോൾ ഒരു 10-15 കിലോ കുറച്ചു. അപ്പം പക്ഷെ എന്നെ കണ്ടാൽ എന്നെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ പ്രോസസ്സായിരുന്നു. കുറേ നാളെടുത്താണ്, ഒരു 1.5 ഇയേഴ്സ് എടുത്തിട്ടായിരുന്നു ഞാൻ കുറച്ചത്. അപ്പോൾ അത് വരത്തില്ല. ആ ബോഡി അത് ഇപ്പം നമ്മൾ കുറച്ച് ഫാറ്റ് കുറഞ്ഞു, അത് സ്കിന്നും കൂടെ അതിന് ഇതാവണം. സ്കിന്നും കൂടെ അതിനനുസരിച്ച് നമ്മുടെ ബോഡി കുറയുന്നതനുസരിച്ച് സ്കിന്നും കൂടെ ടൈറ്റ് ആകാനൊരു ടൈം എടുക്കും ബോഡിക്ക്. അത് നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ സാഗിങ് വരാതിരിക്കുന്നത്. സ്ട്രെച്ച് മാർക്കോ അതുപോലെ തന്നെയാണ്. ഡ്രാസ്റ്റിക് ആയിട്ട് വെയിറ്റ് ഗെയിൻ വന്നാലും വെയിറ്റ് ലോസ് വന്നാലും സ്ട്രെച്ച് മാർക്സ് വരും. അപ്പോൾ നമ്മൾ ഒരു കുറേ സമയമെടുത്തു, നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിലായിരുന്നു, അത് നമ്മൾ അച്ചീവ് ചെയ്തു. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരുടെയും പേടിയാണ്, തിരിച്ച് പഴയ രൂപത്തിലേക്ക് പോവോ? അതെങ്ങനെയാണ് ഈ മെയിൻ്റനൻസ് പ്രോസസ്സ്? എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡയറ്റ് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അത്ര അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്നായിരിക്കും ഹെൽത്തി ലിവിങ്ങിലേക്ക് വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക. അതായത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതും ഞാൻ പറയും, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് മന്ത് തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയത്തില്ല. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തൊരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നത് തന്നെ കഴിച്ചോളാൻ പറയും. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ബോഡിക്കൊരു ഷോക്കാണ്. പെട്ടെന്ന് എല്ലാം കൂടെ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി പോവുക ചെയ്യുന്നത്. ഒരു ബേർഡൻ അല്ല ഇത്, നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം ഫസ്റ്റ് ഒരു മന്ത് നിങ്ങൾ വർക്കൗട്ട് മാത്രം ചെയ്യാൻ പറയും. അതിന് സെക്കൻഡ് മന്ത് തൊട്ട് ചെറുതായിട്ട്, അതും ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് കൊടുക്കാറില്ല. ഞാൻ അവരോട് പറയും, നിങ്ങൾ കഴിക്കുന്ന എന്താണോ അതെനിക്ക് എവറി ഡേ ഫോട്ടോ അയച്ചു തരാൻ പറയും. എന്നിട്ട് ആ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫുഡിൽ തന്നെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതായത് കംപ്ലീറ്റ്ലി ഞാൻ കുറച്ചൊരു ഡയറ്റ് ഇത് മാത്രമേ കഴിക്കാവുള്ളൂ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് വേറെ ഫുഡ് ഉണ്ടാകണം. അതൊന്നും പ്രാക്ടിക്കലല്ല. പ്രത്യേകിച്ച് ഈ ബിസി ലൈഫിൽ ഇപ്പം ഒത്തിരി ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരും വർക്കിംഗ് മദേഴ്സ് ഉണ്ട്. അവർക്കൊന്നും പോസിബിൾ അല്ല. പിള്ളേർക്ക് വേറെ, ഹസ്ബൻഡിന് വേറെ, അവർക്ക് വേറെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്താണ് വീട്ടിലുണ്ടാക്കുന്നത് അതെനിക്ക് ഫോട്ടോ അയച്ചു തരിക. അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ്, അതെങ്ങനെ ഹെൽത്തിയർ ആക്കാം, അതിൻ്റെ പോർഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഓരോ സാധനം എത്ര പോർഷൻ എടുക്കണം, അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തിയിട്ടാണോ പ്രധാനമായിട്ടും? മെയിൻലി ക്വാണ്ടിറ്റി. ആദ്യം അവർ കഴിക്കുന്ന ഓപ്ഷൻസ് നോക്കും. ചിലർ കുറച്ച് അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയും ഓരോ സാധനം, ഇപ്പോൾ ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ, പ്രോട്ടീൻ കുറവ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് പറയും പ്രോട്ടീൻ നിങ്ങൾ കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറവ് കഴിക്കാൻ പറയുക, വെജീസ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോഴത്തേനും വിശക്കത്തുമില്ല. പ്രോട്ടീൻ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ഒത്തിരി ചോറുണ്ടായാലാണ് നമുക്ക് വയറ് നിറയുക, നമ്മളത് ശീലിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അതിൻ്റെ കൂടെ എന്താണ് ഇപ്പോൾ ഫിഷോ മീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട്, അപ്പം നമ്മളെല്ലാം ഫുഡ് കുറയ്ക്കുന്നില്ല, അത് ക്വാണ്ടിറ്റി കൂട്ടുകയും ചോറ് കുറയ്ക്കുകയും ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഫില്ലിങ്ങുമാണ്. ഒരു 2-3 hours നമുക്ക് വിശക്കത്തില്ല. അതേസമയം നമ്മൾ അത്രയും ചോറുണ്ടിട്ടാണെങ്കിലും നമുക്ക് 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കും.
നമ്മുടെ ഓരോ തോന്നലാണ് നമ്മൾ ഒത്തിരി ചോറുണ്ടാലേ വയറ് നിറയത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഫുഡിൽ തന്നെ അവരുടെ ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ അവർക്ക് അത്ര സ്ട്രെസ് വരുന്നില്ല. അപ്പം ഒരു നാച്ചുറൽ എപ്പോഴും ഒരു ഈസി ആയിട്ട് കൊണ്ടുപോയാലേ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴുമാണ് മെയിൻ്റെനൻസ് നടക്കത്തുള്ളൂ. അപ്പം കംപ്ലീറ്റ്ലി വേറെ ഡയറ്റ് കൊടുത്താൽ ഇത് ലൈഫ് ലോങ് ഞാൻ ഈ ഡയറ്റ് നോക്കണോ, ഒരു ബേർഡനായി ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ തോന്നും. ഇത് ഞാൻ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം വീട്ടിലുള്ള ഭക്ഷണം തന്നെ പോർഷൻ മാത്രം മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ അവരങ്ങനെ കഴിക്കത്തുള്ളൂ. അവർക്ക് അല്ലാതെ കഴിക്കാൻ പറ്റാതെ അതൊരു ശീലമാകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും. അതുപോലെ ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ പ്രീ വർക്കൗട്ട് ഫുഡ് എത്ര മുന്നേ കഴിക്കണം, എന്തായിരിക്കും കഴിക്കേണ്ടത്, അതിനെപ്പറ്റി എന്താ? അത് ഓരോ വർക്കൗട്ട് ചെയ്യുന്ന ടൈം അനുസരിച്ചിരിക്കും. ഇപ്പം മെയിൻ മീലൊക്കെ ആണെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ ഒരു 2-2.5 hours നമ്മൾ പറയും ഇത്ര ഒരു ഗ്യാപ്പ് വേണം. അല്ല ഇനി സ്നാക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരു 30 minutes. അത് എന്താണ് അതും കഴിക്കുന്നത് എന്താണെന്ന്, ഇപ്പം ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് വരുന്നവരുണ്ട്, ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് വരാൻ പറയുന്നവരുണ്ട്. അങ്ങനെ അടുത്ത് ചിലവർക്ക് രാവിലെ ഇപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവർ അവർ പറയും രാവിലെ എഴുന്നേറ്റ് അത്ര ഹെവി ആയിട്ട് കഴിച്ചിട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയും ജസ്റ്റ് ഒരു ഫ്രൂട്ടും ഒരു ബ്ലാക്ക് കോഫിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയും. ഒരു 30 minutes ബിഫോർ എടുക്കാൻ പറയും. എന്നിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഈ പ്രീ വർക്കൗട്ടിന് എഗ് വൈറ്റ്, നേന്ത്രപ്പഴം ഇതൊക്കെ കഴിക്കുന്നത് ശാസ്ത്രീയമാണോ? അതും ഈ ടൈം അനുസരിച്ച് നമ്മൾ മെയിൻ ഒരു മീലെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലായിരിക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഒരു പ്ലേറ്റ് ഇപ്പോൾ 4 ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഒരു പോർഷൻ ഫുൾ വെജിറ്റബിൾസ് ആയിരിക്കണം. ഹാഫ് ദ പോർഷൻ ഫുൾ വെജിറ്റബിൾ, മേളിൽ പ്രോട്ടീൻ, താഴെ കാർബ്സ്. 1/4 പ്രോട്ടീനും 1/4 കാർബ്സേ ഉള്ളൂ. അതാണ് ഒരു കംപ്ലീറ്റ് മീൽ. എവറി മീൽ നമ്മൾ അങ്ങനെ കഴിക്കണം. നമ്മൾ ഡെയിലി അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായിക്കോളും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും അങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ 1-2 പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഏർലി, അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, മാക്സിമം ഏർലി ഡിന്നർ കഴിക്കുക, ഒരു before 7 കഴിക്കുക. അതൊക്കെ എല്ലാ കാര്യം ഈ പറയുന്ന എല്ലാ കാര്യവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാലേ റിസൾട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഷോർട്ട് ടേം റിസൾട്ടാണ്. പിന്നെ നമ്മൾ നോർമലി മറ്റേ രീതി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ റീഗെയിൻ ചെയ്യും. എൻ്റെ ഒരു കസിൻ പറയുന്നുണ്ടായിരുന്നു, മോൻ ഇപ്പോൾ കോളേജിലേക്ക് എത്തി, ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അവൻ ജിമ്മിൽ പോയ ശേഷം ഭയങ്കര ഫാമിലി ബഡ്ജറ്റ് കൂടി. കാരണം നട്ട്സ് വാങ്ങണം, അതും പലതരം നട്ട്സ് വാങ്ങണം. അപ്പോൾ ഇതൊക്കെ വളരെ മാൻഡേറ്ററി ആയി. ശരിക്കും ഇതൊക്കെ മാൻഡേറ്ററി ആണോ? നട്ട്സ് കഴിക്കണം, എഗ് വൈറ്റ് ഒരു 5 എഗ് വൈറ്റ് കഴിക്കണം, ഇതൊക്കെ മാൻഡേറ്ററി ആണോ? അത് നമുക്ക് എന്തെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എഗ്ഗൊക്കെ അത്ര എക്സ്പെൻസീവ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ആദ്യമേ കയറി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങും. സപ്ലിമെൻറ്റ്സിനെല്ലാം ഭയങ്കര എക്സ്പെൻസീവ്, എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൂ. അതും നമ്മുടെ ഹോംലി ഫുഡിൽ നിന്ന് കിട്ടാത്തപ്പോൾ ഫോർ എക്സാമ്പിൾ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ബോഡിയിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ ഇനഫ് പ്രോട്ടീൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇത് നിർബന്ധമാണോ നട്ട്സ് കഴിക്കണം, എഗ് വൈറ്റ് കഴിക്കണം എന്നൊക്കെ ഉള്ളത്? നല്ലതാണ്, ന്യൂട്രീഷൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നട്ട്സൊക്കെ നല്ലതാണ്. പക്ഷേ എല്ലാം നേടി ഇത്രയേ പറയുന്നുള്ളൂ. അതിൻ്റെ പോർഷൻസ് ഉണ്ട്. അതും ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കാലറി എക്സസ് ആണ്, വെയിറ്റ് ഗെയിൻ വരും. നല്ല സാധനം ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ലോസ് മാത്രം നോക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ബേൺ ചെയ്യുമ്പോഴാണല്ലോ വെയിറ്റ് ലോസ് വരുന്നത്. നല്ല സാധനം നമ്മൾ ഓവറായിട്ട് കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ വരും. നട്ട്സ് ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ ഈ വെയിറ്റ് ലോസ് ജേണിയിലൊക്കെ നമ്മൾ വരുമ്പോൾ ചില ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതോട് ചോദിക്കുകയാണ്. അവരുടെ ഈ സ്ട്രെസ് ഉണ്ടാവും, ചിലപ്പോൾ ആരോടും ഷെയർ ചെയ്യാത്ത ചില ആങ്സൈറ്റീസ് ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടാവും വരുന്നത്. എത്ര വർക്കൗട്ട് ചെയ്താലും റിസൾട്ടിലേക്ക് എത്തുന്നില്ല, ഹാപ്പിനെസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈ സ്ട്രെസ് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളൊക്കെ എങ്ങനെ ഈ വർക്കൗട്ട്, വെയിറ്റ് ലോസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു? വർക്കൗട്ടും സ്ട്രെസ്സും ഭയങ്കര റിലേറ്റഡ് ആണ്. അതായത് സ്ട്രെസ്സ് വർക്കൗട്ടിൽ കൂടെ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും. സ്ട്രെസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് വരാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് വരത്തില്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഡയറ്റും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ നമ്മൾ അല്ലാതെ തന്നെ ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആവശ്യമില്ലാതെ ചെറിയ കാര്യത്തിന് സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ
നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസ്, എൻ്റെ ജിമ്മിൽ തന്നെ ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഡീൽ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്ന അത്രയും വലിയ കേസസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസസ് മെഡിക്കേഷനിൽ കൂടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, ഇപ്പോൾ അങ്ങനത്തെ മെഡിസിനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതിലെത്തിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരാൻ പറയാറുണ്ട്. പിന്നെ വർക്കൗട്ടിൽ കൂടെ തന്നെ സ്ട്രെസ്സ് കുറയുന്ന ആൾക്കാരുണ്ട്. അതെ, ഈ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പൊതുവേ പറയും നിങ്ങളൊന്ന് പോയി വർക്കൗട്ട് ചെയ്യൂ. അത് പറയുന്നത് അത് ചെറിയ ലെവലിലുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്കൗട്ടിൽ കൂടെ നമുക്ക്, അതായത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഹോർമോൺസാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും. ഒത്തിരി പേർക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. പൊതുവേ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നമ്മളൊരു റുട്ടീൻ, എപ്പോഴും ഒരു റുട്ടീൻ കൊണ്ട്, അതായത് ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുക, ഏതെങ്കിലും സമയത്ത് കഴിക്കുക, അതിൽ നിന്ന് മാറി എല്ലാത്തിനും ഒരു റുട്ടീൻ വരുമ്പം തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നുമോ, അങ്ങനെ തന്നെ മാറുന്നവരുണ്ട്. ഈ പറഞ്ഞില്ലേ സിവിയർ കേസസ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക? ഇത് വെയിറ്റ് ലോസ് ജേണി കൊണ്ടോ അല്ലെങ്കിൽ ഫിറ്റ്നസ് കൊണ്ടോ മാറില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടണം ഈ സ്ട്രെസ് എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് ഒരു ട്രെയിനർ? അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സായിരിക്കും. ഇപ്പം ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആയിട്ട് അവർക്ക് അവരുടെ തന്നെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ വീട്ടിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് വീണ്ടും ഡൗൺ ആവും. അപ്പം ഞാൻ പറയും കുറച്ച് സമയം കൊടുക്കും. നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു ഒരു മാസം കൊണ്ടല്ലല്ലോ വെയിറ്റ് കൂടിയത്, എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ ഈ ലെവലിലേക്ക് വന്നത്. കുറച്ച് സമയം കൊടുക്കും, അതിൻ്റെ ഹാഫ് ടൈമെങ്കിലും നിങ്ങൾ കൊടുക്കുക. അപ്പം ചിലർക്ക് അതിനുള്ള ക്ഷമയില്ല. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാൻ പാടൊന്നുമില്ല. നമ്മളൊരു ക്രാഷ് ഡയറ്റ് കൊടുത്ത് ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യിക്കുവാണ്, ഒരു 2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വെയിറ്റൊക്കെ കുറയും. പക്ഷെ നമ്മളെപ്പോഴും നോക്കുന്നത് ഹെൽത്തി ആയിട്ട് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് ലോങ് അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണ്ടേ. അല്ലെങ്കിൽ അവർ ആ സമയത്ത് അനുഭവിക്കുന്ന സ്ട്രെസ്സ് വേറെ, പ്ലസ് പിന്നെ ഇതെല്ലാം തിരിച്ച് റീഗെയിൻ ചെയ്തപ്പോൾ അവർ വിചാരിക്കും ഇത്ര നാൾ എന്തിനാണ് കഷ്ടപ്പെട്ടതെന്നുള്ളത്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യമേ അവരുടെ അടുത്ത് പറയും സമയം എടുക്കും, നിങ്ങൾ കുറച്ച് സമയം കൊടുക്കണം, ആ ക്ഷമ കാണിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നിട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളിന് ശേഷം ഞാൻ കാണുകയാണ്, അപ്പോഴേക്കും മെലിഞ്ഞ് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് മെലിഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയൊന്നും തടി ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനായി മെലിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ബെല്ലി ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനർ പറഞ്ഞതെന്ന് വെച്ചാൽ ബെല്ലി ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ ടോട്ടൽ വെയിറ്റ് ലോസ് എടുത്തിട്ട് പിന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം, പക്ഷേ ബെല്ലി ഫാറ്റ് അങ്ങനെയേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ ഈ ബെല്ലി ഫാറ്റിനെ പറ്റിയിട്ടുള്ള ഒരു അത് ഓരോരുത്തർക്ക് അത് ഡിഫറെൻറ്റാണ്. ഓരോരുത്തർക്ക് ഓരോ ബോഡി പാർട്ടിലായിരിക്കും ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അത് അവരുടെ ജനറ്റിക്സ്, നമ്മുടെ ഫാദർ മദർ അവർക്കൊക്കെ എങ്ങനെയായിരുന്നോ അതനുസരിച്ചായിരിക്കും. നമ്മുടെ ജീനാണ് മെയിൻ. അപ്പം ചിലർക്ക് വയറിലായിരിക്കും, ചിലർക്ക് ലോവർ ബോഡി ആയിരിക്കും കൂടുതൽ, ചിലർക്ക് അപ്പർ ബോഡി ആയിരിക്കും കൂടുന്നത്. അപ്പം അതിനുള്ള നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. ഒരു ബോഡി പാർട്ടിലെ ഫാറ്റ് നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓവറോൾ ബോഡിക്കുള്ള വർക്കൗട്ട് ആയിരിക്കും, ഫുൾ ബോഡി വർക്കൗട്ട് ആയിരിക്കും കൊടുക്കുന്നത്. പ്ലസ് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ആപ്സ് നമ്മൾ ക്രഞ്ചസ് കുറേ ചെയ്താൽ വയറ് കുറയും. ആ മിസ്കൺസെപ്ഷനൊക്കെ ഇപ്പം മാറി. കാരണം അങ്ങനെ കുറയത്തില്ല, വയറിലെ മാത്രം ഫാറ്റ്, അവിടുത്തെ മസിൽസ് സ്ട്രെങ്ത് ആവത്തേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് ക്രഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടുത്തെ മസിൽസ് ടൈറ്റ് ആവുക. അപ്പോൾ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി വയറ് കുറഞ്ഞുകൊണ്ട് നമ്മളിത് ചെയ്തുകൊണ്ടാണോ കുറഞ്ഞതെന്ന് തോന്നും. ആക്ച്വലി മസിൽ ടൈറ്റ് ആവുന്ന, അവിടുത്തെ ഫാറ്റ് പോകുന്നില്ല. അതിന് നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യണം, പ്ലസ് ഓരോ ബോഡി പാർട്ടിലുള്ള ട്രെയിനിങ്ങും കൊടുക്കണം. ഈ ബെല്ലി ഫാറ്റ് ഏറ്റവും അവസാനമേ കുറയത്തുള്ളൂ എന്ന് പറയുന്നത് പറയാൻ പറ്റത്തൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. ചിലർക്ക് പെട്ടെന്ന് ആദ്യം എത്രയോ പേരുണ്ട് ആദ്യം വയറ് കുറയുന്നുണ്ട് എന്ന് വന്ന് പറയുന്നവരുണ്ട്. അതും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതും ഇത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. എവിടെയാണോ കൂടുതൽ അതായിരിക്കും ആദ്യം കുറയുന്നത്. ചിലർക്ക് മുഖം ഭയങ്കര വണ്ണമായിരുന്നു, ബോഡി അത്ര വണ്ണമൊന്നും ഇല്ലാത്തവരുണ്ട്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേനും ഭയങ്കര വണ്ണമുള്ള ഒരാളെ പോലെ തോന്നും, പക്ഷേ ബോഡി അത്ര വണ്ണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കുറഞ്ഞത് മുഖമാണ്. പിന്നെ പറയാറുണ്ട് നമ്മൾ ജിമ്മിൽ പോയി സ്റ്റോപ്പ് ചെയ്താൽ ഈ ഉള്ളതിൻ്റെ ഇരട്ടിയായിട്ട് ബോഡി സാഗ് ചെയ്യും, തിരിച്ചു വരും എന്നുള്ള. അപ്പോൾ നമ്മളൊരിക്കൽ ജിമ്മിൽ പോയി തുടങ്ങിയാൽ ഇതൊന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ നമുക്കില്ലേ? എന്താണ് അതിൻ്റെ? ജിമ്മിൽ പോയിട്ട് സ്റ്റോപ്പ് അങ്ങനെ ഞാൻ പറയത്തില്ല. വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്ന പോലെ നമ്മൾ കുളിക്കാതിരിക്കും ഒരു ദിവസം ബ്രഷ് ചെയ്യാതിരിക്കും, ഇല്ലല്ലോ. അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് ജിമ്മിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് റീഗെയിൻ ചെയ്യുന്നതല്ല. ജിമ്മിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നും പറയത്തില്ല.
ഒരു ലെവലിലെത്തി വർക്കൗട്ട് ചെയ്തൊരു ബോഡി ഒരു നമുക്ക് വേണ്ട ഒരു രീതിയിലെത്തി ഹെൽത്തി ലിവിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ജിമ്മ് വേണമെന്നില്ല. പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കുറച്ചൊരു കാര്യങ്ങൾ നമുക്കപ്പോൾ അറിയാമായിരിക്കും എന്തൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അപ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം. ഈ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ജസ്റ്റ് ഒരു പെയർ ഓഫ് ഡംബൽ വെച്ചിട്ട് തൗസൻഡ്സ് ഓഫ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ച് മാത്രം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 45 to 50 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി. ഈ വർക്കൗട്ടും നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ നടക്കാൻ പോകുന്നുണ്ട്, 5 kilometers നടക്കുന്നുണ്ട്, ഇവ തമ്മിൽ ഈക്വൽ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായി ഒരു ഫോം ഓഫ് എക്സസൈസ് എന്നല്ലാണ്ട് വർക്കൗട്ടിന് പകരം നമ്മൾ നടന്നാൽ മതി എന്നുള്ളൊരു സംഗതി പോസിബിൾ ആണോ? ഇല്ല, അങ്ങനെയില്ല. വാക്കിംഗ് ഒരു എക്സസൈസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതൊരു ഡെയിലി ആക്ടിവിറ്റി. ഇപ്പോഴാണ് അതിപ്പോൾ നമ്മൾ ഇത്ര സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് വന്നുകൊണ്ടാണ് വാക്കിംഗ് തന്നെ ഒരു വലിയ എക്സസൈസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നടന്നു പോയിട്ടാണല്ലോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു വർക്കൗട്ടായിട്ട് നമ്മൾ കൂട്ടുകയോ വേണ്ട. നമ്മൾ മെയിൻ വർക്കൗട്ടിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബേണിങ്ങിന് വേണമെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോയി, ഒരു 1 hour സ്പെൻഡ് 1 hour റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. 3-4 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട. 1 മണിക്കൂർ ജിമ്മിൽ സ്പെൻഡ് ചെയ്തു. അത് നമ്മൾ 24 hours ഒരു മണിക്കൂർ നമ്മൾ വർക്കൗട്ടിന് മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരം നടക്കാൻ പോകുന്നവരുണ്ട് എക്സ്ട്രാ ഒരു ബേണിങ്ങിന് വേണ്ടി. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നത് സമയമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതെന്നാ വർക്കൗട്ട് മാത്രമല്ലല്ലോ ലൈഫ്. അപ്പോൾ എന്നാ പുറത്ത് പോയി സാധനം മേടിക്കാൻ പറയും. ഇപ്പം എല്ലാവരും എന്നാ ഓൺലൈനിലെല്ലാം ബുക്ക് ചെയ്യുമല്ലേ. ഗ്രോസറി ഷോപ്പിംഗ് പോലും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സിനെ വെച്ച് നടക്കാൻ പോവാം, വെറുതെ ഈവനിങ് വാക്കിന് പോവാം. അതൊരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു വർക്കൗട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ കേസിലേക്ക് വരുമ്പോൾ ഈ ഗർഭകാലത്ത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഈ പ്രഗ്നൻസി വർക്കൗട്ടും എങ്ങനെ കൊണ്ടുപോകാം? പ്രഗ്നൻസി പീരീഡിൽ വർക്കൗട്ട് പോസിബിൾ ആണോ? അതെങ്ങനെ ശ്രദ്ധിക്കണം? അതും ഈച്ച് പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നിൽക്കുന്ന ഒരാൾ, ഓൾറെഡി വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. അവർക്ക് വർക്കൗട്ട് ചെയ്യാം, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും വർക്കൗട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും ഇമ്മീഡിയറ്റ്ലി അതിലൊരു നമ്മൾ 7 weeks ആണ് ടൈം പറയുന്നത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 7 weeks കഴിയുമ്പോഴത്തേനും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഇല്ലാത്ത കേസസ് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും, അതായത് നമ്മുടെ ഡോക്ടറായിരിക്കണം അത് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ഡെലിവറിക്ക് മുമ്പ് ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളെ, ഈവൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞും വർക്കൗട്ട് ചെയ്തു. 3rd month ആയപ്പോഴത്തേനും ഇഷ്യൂസ് വന്നു. അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടല്ല, എനിക്ക് ഓൾറെഡി ഒരു സെർവിക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു. പിന്നുള്ള 7 months ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് ഓൾറെഡി എനിക്ക് ഇൻബോൺ ആയിട്ട് സെർവിക്സ് ഷോർട്ടായതുകൊണ്ട് സ്റ്റിച്ച് ഇടേണ്ട വന്നു. അത് വർക്കൗട്ട് ഒരു ഇതുമില്ല. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും ഹെൽത്തി ലിവിങ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് അത് എന്തായാലും ഡിഫറെൻറ്റ് സാധനമാണ്. അപ്പോൾ ഡോക്ടർ പറയണം ആദ്യം വർക്കൗട്ട് ചെയ്യാമെങ്കിൽ. ഈവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് കംപ്ലീറ്റ്ലി നോർമൽ ആൾക്കാരായിരിക്കും. അപ്പോൾ മുൻപ് ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ, കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ വർക്കൗട്ട് ആ സമയത്ത് എന്തൊക്കെ ഫോം ഓഫ് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ അതിങ്ങനെ മലന്ന് കിടന്നിട്ടുള്ള പോൺ പൊസിഷനിലുള്ള വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, യൂട്രസിൻ്റെ പ്രഷർ വരുന്ന വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, ആപ്സ് അതായത് ക്രഞ്ചസ് അങ്ങനത്തെ പ്ലാങ്ക് പൊസിഷനിലുള്ള വർക്കൗട്ട്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതും ഓരോ ട്രൈമസ്റ്ററിലും ഡിഫറെൻറ്റാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള വർക്കൗട്ട് ആയിരിക്കില്ല സെക്കൻഡ് ട്രൈമസ്റ്റർ. 3rd ട്രൈമസ്റ്ററിൽ നമ്മൾ ഡെലിവറിക്ക് ഈസാക്കാനുള്ള വർക്കൗട്ട്സ് ആയിരിക്കും കൂടുതലും ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ വർക്കൗട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടോ, അതോ ചെയ്യരുതെന്നാണ്? അത് ഡോക്ടർ തന്നെ പറയും ആക്റ്റീവായിട്ടിരിക്കാൻ, വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വർക്കൗട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, അതായത് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാവോ. അപ്പോൾ അവർ പറയും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. ഈവൻ അത് പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെ ഹെൽത്തി ബേബി ഉണ്ടാവാനും നല്ല എംബ്രിയോ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോൾ നമ്മളൊരു 40 above ഏജിലാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അത് ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് കൂടുതലും നമ്മൾ കുറേ കാർഡിയോ കൊടുക്കുക, സ്ട്രെങ്ത് ട്രെയിനിങ് എന്താണെങ്കിലും വേണം. കാർഡിയോ നമ്മൾ അധികം കൊടുക്കാറില്ല. അതായത് ജോയിൻസിന് പ്രഷർ വരുന്ന വർക്കൗട്ട്സ് നമ്മൾ അധികം കൊടുക്കത്തില്ല.
കാരണം അവർക്ക് ഓൾറെഡി ഇഷ്യൂസ് ആയിട്ടായിരിക്കും വരുന്നത്. 40+ ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരായിരിക്കും മിക്കവാറും വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നേരത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഡോക്ടർ എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും എന്തെങ്കിലും കേസസ് ആയിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് നീ പെയിൻ, ചിലർക്ക് ബാക്ക് പെയിൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം അതനുസരിച്ചുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത്. കൂടുതൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റി, സ്ട്രെച്ചസ്, അതിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ്. അതായത് അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ബസ്സിൽ കയറി തന്നെ പോയി എന്ന്. അതായത് ബസ്സിൽ സ്റ്റെപ്പ് കയറാൻ പോലും മേലായിരുന്നു. വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഡിഫറൻസ് വന്നു. അത്ര സെഡൻഡറി ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളോടൊരു കോൺഫിഡൻസ് വരും. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ ഏർലി ഏജിൽ വർക്കൗട്ട് ചെയ്യുന്നതും ഒരു 35-ന് എബോവ് വർക്കൗട്ട് ചെയ്ത് 40-ലേക്കൊക്കെ എത്തുമ്പോൾ വർക്കൗട്ടിലേക്ക് എത്തുന്നതും തമ്മിൽ ഒരു മൈൻഡ് സെറ്റ് ഡിഫറൻസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏർലി ഏജ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഏർലി ഏജിലുള്ളവർക്ക് അവർ കുറച്ച് ബോഡി കോൺഷ്യസാണ്. ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറയാൻ പറ്റത്തില്ല. അവർ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അവർക്കൊരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു 30 ഒക്കെ ആകുമ്പോഴാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ തൊട്ടേ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുവരെ അവർക്ക് ഫിറ്റായിട്ട് നന്നായിട്ടിരിക്കണം, ബോഡി നന്നായിട്ടിരിക്കണം എന്ന് ചിന്തിക്കാറുള്ളൂ. 40+ ഉള്ള ആൾക്കാരെല്ലാം അവരുടെ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ബോഡി കോൺഷ്യസ് അല്ല. അവർ ഒരിക്കലും വെയിറ്റ് നോക്കത്തില്ല. പിള്ളേർ വരുമ്പം ഞാൻ അവിടെ വെയിങ് മെഷീൻ എടുത്ത് മാറ്റി വെക്കും. കാരണം എവറി ഡേ വന്ന് വെയിറ്റ് നോക്കും. അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത്, വെയിറ്റിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് അവർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ 40 ഏജിലുള്ളവർക്ക് ആർക്കും വെയിറ്റ് നോക്കണ്ട. അവർക്ക് ബോഡിയിൽ, കാഴ്ചയിൽ തന്നെ ഡിഫറൻസ് വരും. മെയിനായിട്ട് അതാണ്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് ലോസിനേക്കാളും കൂടുതൽ ഇഞ്ച് ലോസ് ആയിരിക്കും വരുന്നത്. ബോഡി മെഷർമെൻറ്റ്സ് ആയിരിക്കും മാറുന്നത്. സ്ത്രീകൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യാവോ? അത് കുറേ ധാരണകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ലാസ്റ്റ് സെമിസ്റ്റർ നിന്നത്. അപ്പോൾ അവരുടെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ, അതായത് ഡെലിവറിക്ക് ശേഷം എങ്ങനെ റെസ്റ്റ് എടുക്കുന്നോ അതുപോലെ 2 ദിവസം റെസ്റ്റ് എടുക്കണം. ആ എക്സ്ട്രീമും കണ്ടിട്ടുണ്ട്. പീരിയഡ് സമയത്ത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഉൾപ്പെടെ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഇതൊരു സ്പെക്ട്രം ആണെന്ന് തോന്നുന്നു? ഇത് എവിടെയാണ് ശരിക്കും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാമോ, അല്ലെങ്കിൽ ഏത് തരം എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണോ, എന്താണ് അതിൻ്റെ? എൻ്റെ ക്ലയൻസിൽ തന്നെ അങ്ങനെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് അവർ പറയും സിവിയർ ബ്ലീഡിങ്ങും സിവിയർ പെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ പറയും 2 days റെസ്റ്റ് എടുത്തോ. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് നോർമൽ ഡേ പോലെ ഉള്ളൂ, എനിക്കതൊരു ഡിഫറൻസ് പോലും ഫീൽ ചെയ്യാറില്ല. അങ്ങനെയുള്ളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് മറന്നേ പോകും. നമ്മൾ കുറച്ചുകൂടെ പെയിൻ, നമുക്ക് ചെറിയ പെയിൻ എന്തായാലും ഉണ്ടല്ലോ, ആ പെയിൻ പോലും കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, കുറയും ആക്ച്വലി. അതിന് പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ ഒത്തിരി ഹെവി ലിഫ്റ്റിംഗ് ഒന്നും അവർ പറയും നമ്മുടെ അടുത്ത്. പീരിയഡ്സ് 2nd day അല്ല 1st day ആണെങ്കിൽ 1st 2nd day ആയിരിക്കും നമ്മൾ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ്. അപ്പം നമ്മൾ ഒത്തിരി പുഷ് ചെയ്യാനുള്ള കുറേ വെയിറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. നമുക്ക് അവരുടെ കംഫർട്ട് സോണിൽ വർക്കൗട്ട് ചെയ്യുന്ന അപ്പോഴായിരിക്കും. ബാക്കി സമയത്തെല്ലാം നമ്മൾ പുഷ് ചെയ്യണം. അത് വെയിറ്റ്സ് എടുക്കാൻ നമ്മൾ അവരെ ഒരു പുഷ് കൊടുത്താലേ അവർ ചെയ്യത്തുള്ളൂ. മറ്റത് നമ്മൾ അവരുടെ കംഫർട്ട് സോണിന് വിടും. അപ്പോൾ സിവിയർ ബ്ലീഡിങ്ങും അത് ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതൊരു സിവിയർ കേസൊന്നുമല്ല. പക്ഷേ അവരോട് പറയും നമ്മൾ റെസ്റ്റ് എടുത്തു. അത് ബോഡി തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സിവിയർ ബ്ലീഡിങ്ങും പെയിനും ആണെങ്കിൽ അവരോട് പറയും ചെയ്യണ്ട. അവരോട് ജസ്റ്റ് കുറച്ച് സ്ട്രെച്ചസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. യോഗ സ്ട്രെച്ചസും മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കാനുള്ള സ്ട്രെച്ചസൊക്കെ ചെയ്യുമ്പം തന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് ചെയ്യുന്ന കുറച്ച് യോഗ പോസസൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പം തന്നെ പെയിൻ റെഡ്യൂസ് ചെയ്യും, കൺട്രോൾ ചെയ്ത് നിർത്താൻ പറയും. കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ആൾക്ക് നേരത്തെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. കേട്ടിട്ടുണ്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പീരിയഡ് പെയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ചില പോസും സ്ട്രെച്ചസും ഒക്കെ ഉണ്ടത്. അത് ശരിക്കും അതിന് വേണ്ടി വരാറുണ്ടോ? വരാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കും എന്തൊക്കെ പോസസാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളത് സെൻഡ് ചെയ്ത്, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇന്ന പോസസ് ഇത്രയും സമയം ഇത്ര നേരം ഹോൾഡ് ചെയ്ത് ചെയ്യുക, ഇത്ര ടൈമിൽ ചെയ്യുക. നമ്മളത് ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു 10 വർഷത്തിലധികമായി ഈ ജേർണി തുടരുന്നു. അപ്പോൾ ഈ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്, ഒരു പേഴ്സണോ അങ്ങനെയുണ്ടോ വലിയൊരു മാറ്റം വന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സംസാരിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ? അങ്ങനെ പറയുവാണെങ്കിൽ അതിപ്പോൾ ഓൺലൈനിലും ഉണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഹൈലി ഡിപ്രസീവായിട്ടുള്ള
ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിപ്രഷനിൽ, കാരണം ആ പുള്ളിക്കാരി എന്നിട്ട് ഫീച്ചറൊക്കെ എഴുതിയതാണ് വനിതയിൽ എന്നെ പറ്റി. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലൈൻറ്റിന്, ഈ ഓൺലൈൻ തുടങ്ങുന്നത് ഈ കൊറോണയുടെ സമയത്ത്. അതുവരെ നമ്മൾ ജിമ്മ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജിമ്മെല്ലാം ക്ലോസ് ചെയ്തപ്പോഴത്തേന് എന്താണ് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് വെറുതെ ഇരിക്കുന്ന പറ്റത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ഓഫ് വർക്കൗട്ട് എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത്. എനിക്ക് ട്രെയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പം ഞാനങ്ങ് ഭയങ്കര, ഞാനും അങ്ങ് സെഡൻഡറി ആയിട്ട് ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങിയപ്പോഴത്തേനും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഫസ്റ്റ് ക്ലൈൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടി ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതായത് 2020 തൊട്ട് ഇപ്പോഴും ട്രെയിൻ ചെയ്യുന്നു. അതായത് 5 years ആയിട്ട് വേറെ എങ്ങും പോയിട്ടും ഇല്ല. ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം വേറെ ലെവലിലെത്തി, ഇനിയിപ്പം വേറെ വേണമെങ്കിൽ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാം. പക്ഷെ അപ്പോഴും പറയും മാമിൻ്റെ ഒരു ഇത് വേണം, ഒരു മോട്ടിവേഷൻ ഉണ്ടായാലേ ചെയ്ത്. ഇടയ്ക്ക് ആ കൊച്ചു ബ്രേക്ക് എടുത്ത് വേറെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടും തിരിച്ചു വന്നു. അങ്ങനെയുള്ളവരുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. എന്നുവെച്ചാൽ ഈ ഫിറ്റ്നസ് എന്നുള്ളത് മാത്രമല്ല, അവരുടെ ലൈഫിൽ ഈ വർക്കൗട്ടും കൊണ്ടും കൂടുതൽ ഡിപ്രഷൻ മാറി, കുറച്ച് ഇഷ്യൂസൊക്കെ, ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സ്ഡ് ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഡൗൺ, ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഫീലിങ്ങിൽ നിന്ന് ഭയങ്കര ഒരു വർക്കൗട്ടിൽ നിന്ന്, അതായത് എവറി ഡേ ഞാനുണ്ട് വിളിക്കാൻ, എവറി ഡേ ഞാൻ വിളിക്കും. ഒരു ലൈഫ് കോച്ച് പോലെയാവും. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ആൾക്കാരെല്ലാം ആരെങ്കിലും കണ്ടില്ല അപ്പം തന്നെ ഫോൺ വിളിക്കും. എന്നിട്ട് അവരെ ഞാൻ വരുത്തും. ഒരു 5 minutesനകം ഞാൻ അവരെ വരുത്തും. അല്ലെങ്കിൽ അടുത്ത ബാച്ച് കയറാൻ പറയും. അപ്പോൾ അവർക്ക് ആരോ ഒരാൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആരോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. ഈവൻ എനിക്ക് പിന്നെ അങ്ങനെയുള്ളൊരു ഹാപ്പിനെസ് വന്നിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഈവൻ ട്രെയിനിങ് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്തുനിന്ന് പോയി. അതായത് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. ആ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്യാതിരിക്കാവോ എന്ന്. അതായത് ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ അതിനകത്തുള്ളൂ. അതായത് എൻ്റെ എവറി ഡേ ഞാൻ ഇങ്ങനെ ഓൺലൈൻ അറ്റ് ദിസ് ടൈം എന്ന് പറയുമ്പോഴത്തേന് അത് അവർക്ക് കാണണം. അതിനു വേണ്ടി അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരാളിങ്ങനെ ഉണ്ട് പറയാൻ, ആ സമയത്ത് അവർ വേറെ ഒരിടത്ത് പോയി വർക്കൗട്ട് ചെയ്യുമായിരിക്കും. പ്ലസ് അങ്ങനെ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ട് പോലും എൻ്റെ ആ മെസ്സേജും കൊണ്ട് മോട്ടിവേറ്റഡ് ആവുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമ്മൾ കാരണം ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുന്നത് നമുക്കൊരു മോട്ടിവേഷനാണല്ലോ, നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. പിന്നെ ഓൺലൈൻ അല്ലാതെ ജിമ്മിൽ തന്നെ 10 years ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരാൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ട്രാക്കിലും അല്ലാതെ ട്രെയിനറായി ആക്ച്വലി ഇപ്പോൾ. ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത് ഒരു ലെവലെത്തി. ഇതിലേക്ക് അഡിക്ഷൻ വരുന്നത്, എന്നെ ഒരാൾ ട്രെയിൻ ചെയ്തിട്ടാണല്ലോ ഞാനിങ്ങനെ വന്നത്. ഞാൻ കാരണം അങ്ങനെ ഒരാൾ ട്രെയിനർ ആവുന്നതാണ് എൻ്റെ അടുത്ത എൻ്റെ വേറൊരു മോട്ടിവേഷൻ അതാണ്. ഇപ്പോൾ എന്നെ ഒരാൾ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ട്രെയിനർ ആകുമ്പോഴത്തേന് എൻ്റെ ട്രെയിനറിനാണല്ലോ അതിനൊരു ഹാപ്പിനെസ്. അതുപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറയുമ്പോൾ വർക്കൗട്ട് പ്ലസ് ഡയറ്റ്, ഇതാണ് ഒരു പൊതുവേ ഒരു ഫോർമുല. പക്ഷേ ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചു, എനിക്കൊന്ന് വിദ്യാബാലനാണ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കൗട്ട് നിർത്തി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്തപ്പോഴാണ് എനിക്കൊരു വെയിറ്റ് ലോസ് സാധ്യമായത്. അത് ഭയങ്കര അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പ്രോപ്പർ ഡയറ്റ് കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ഫിറ്റ്നസ് സാധ്യമാണോ? അത് അങ്ങനത്തെ കേസസ് ഉണ്ട്. അത് ഓരോരുത്തർ, ഞാൻ പറഞ്ഞില്ലേ, ഈ പെണ്ണുങ്ങളുടെ ബോഡി, ലേഡീസിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ വിമൻ ബോഡി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അതായത് ഹോർമോൺസ് ഹൈലി ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന, അതായത് നമുക്കൊക്കെ ഭയങ്കര മൂഡ് സ്വിങ് ആണല്ലോ, അതെല്ലാം ഈ ഹോർമോണിൻ്റെ ആക്റ്റാണ്. അതാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടുന്നതും മൂഡ് സ്വിങ് മാറുന്നതും, അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കൺട്രോൾ നിർത്താൻ ഈ വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചില കേസസ് ഉണ്ട് ഇതുപോലെ മെഡിക്കൽ ഹെൽപ്പ് വേണ്ട കേസസ് ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഹോർമോണൽ ഇഷ്യൂസ് കാരണം അതിന് മെഡിസിൻ എടുത്ത് ശരിയാക്കേണ്ട ആൾക്കാരുണ്ട്. പിന്നെ ഈ ഗട്ട് ഹെൽത്ത്, ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും എല്ലാ ഫുഡ് ഐറ്റംസും പറ്റണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ നോക്കും. ഒരു ടൈമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 3 months പ്രോപ്പർ ഡയറ്റ് നോക്കി വർക്കൗട്ടും ചെയ്തിട്ട് ഒരു റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്തോ ഒരു ഇൻഡിക്കേഷനാണ്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ബോഡിയിൽ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയും, കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് നമ്മൾ ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ നോർമലാണോ, അപ്പം തന്നെ നമുക്കറിയാം എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അത് ഡോക്ടേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവർ അത് നോക്കിയിട്ട് പറയും. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് അലർജിയോ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിന്, അതായത് കണ്ടിന്യൂസ് എപ്പോഴും അസിഡിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അതായത് അവർക്ക് പറ്റാത്ത ഫുഡ് ഐറ്റം, ഫോർ എക്സാമ്പിൾ ഒരു വെജിറ്റബിൾസ് എല്ലാം ഹെൽത്തിയാണെന്ന് നമ്മൾ പറയുമല്ലോ, ചില വെജിറ്റബിൾസ് ചിലവർക്ക് പറ്റത്തില്ല. ബ്രക്കോളി ഭയങ്കര ഹെൽത്തി ആണല്ലോ, ബ്രക്കോളി കഴിച്ചിട്ട് ഗട്ട് ഇഷ്യൂസ് വരുന്ന ആൾക്കാരുണ്ട്, ക്യാപ്സിക്കം കഴിച്ചിട്ട് ഇഷ്യൂസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോന്ന്. അപ്പം നമ്മൾ ബ്ലഡ് ടൈപ്പ് അനുസരിച്ച് ഡയറ്റ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഉണ്ട്. അപ്പം അവർക്ക് പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ കാറ്റഗറി നമ്മൾ കൊടുക്കും.
അപ്പം അതനുസരിച്ച് അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം ഗട്ട് ഹെൽത്ത് ശരിയാവും. അപ്പം തന്നെ ബോഡിയിൽ ചേഞ്ചസ് വരും. ഇൻഫ്ലമേഷനാണ് വരുന്നത് മെയിൻലി. അപ്പം അതിനാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറ്റാത്ത ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുമ്പം ബോഡിയിൽ നമ്മൾ ഒരു വർക്കൗട്ടും ഇല്ലെങ്കിലും ബോഡി ഫിറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജിമ്മിലെ ഹൈജീൻ എങ്ങനെയാണ്? നമ്മൾ ടവൽ കൊണ്ടുപോകണം, അതൊക്കെയാണ് ബേസിക്കലി കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ അടുത്തിടെ ഒരു ജിമ്മിൽ പോയി നാട്ടിൽ തന്നെ. അപ്പോൾ വളരെ ചെറിയൊരു സ്പേസിലാണ് ഒരു 20 ഓളം ആൾക്കാർ ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്. അത് ഗ്രൗണ്ടാണ്, പക്ഷേ ഗ്രൂപ്പ്. അപ്പോൾ വളരെ ഒരു ക്ലോസ്ട്രോഫോബിയ പോലെ ഫീൽ ചെയ്തു. ഇങ്ങനെ വളരെ അടുത്ത് നിന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അതിൻ്റെ ബോഡി ഓർഡർ ഉണ്ടാവും, ഇതൊക്കെയായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജിമ്മിലെ ഹൈജീൻ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും? അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ഗ്രൂപ്പ് ട്രെയിനിങ് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒത്തിരി പേരെ നമുക്ക് ജിമ്മിൽ വരുന്ന ആൾക്കാർ ഓരോരുത്തർക്കും പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് മാക്സിമം 4 ആൾക്കാരെ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് തന്നെ എനിക്ക് സെപ്പറേറ്റ് റൂംസ് ഉണ്ട് ഓരോന്നിനും കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാവരുടെ അടുത്ത് നമ്മൾ പറയും ടവല് കൊണ്ടുവരണം. അപ്പോൾ ഓരോ മെഷീൻ അവർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ടവല് ഇട്ടിട്ട് വേണം. അതുപോലെ നമ്മൾ ക്ലീനിങ്ങിന് നന്നായിട്ട് ശ്രദ്ധിക്കണം. എവറി ഡേ നമ്മൾ ക്ലീൻ ചെയ്യാൻ സ്റ്റാഫ് വെക്കണം. അങ്ങനെ അവർ പറയും ടോയ്ലറ്റിനേക്കാളും ജേംസ് ഉണ്ട് ജിമ്മിൽ. ശരിയാണ്, ഒരു കണക്കിന് അത് ശരിയാണ്. പക്ഷെ നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഒത്തിരി ക്ലസ്റ്ററായിട്ട് നിർത്താതെ ആൾക്കാരെ കുറച്ച് ഗ്യാപ്പിലൊക്കെ നിർത്തുക. 4 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അതനുസരിച്ചുള്ള ഹൈജീനൊക്കെ ഇഷ്യൂ വരാറില്ല അവിടെ. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹെവി വർക്കൗട്ടിന് ശേഷം കാർഡിയാക് അറസ്റ്റ് വരുന്ന കേസസൊക്കെ. പക്ഷേ അതൊക്കെ പുരുഷന്മാരിലാണ് കേട്ടിട്ടുള്ളത്. സ്ത്രീകളിൽ അങ്ങനെ വർക്കൗട്ടിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ചോദിച്ച് അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ട്രെയിനിങ് തുടങ്ങത്തുള്ളൂ. അപ്പം ഹാർഡായിട്ട് ഈവൻ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നവർ ട്രെയിനറൊന്നും ഇല്ലാതെ കുറേ കേസസ് ഈ റീസെൻ്റ്ലി ഒരെണ്ണം വന്നല്ലോ. അതിനകത്ത് ആ ജിമ്മിനകത്ത് ആരുമില്ല, ട്രെയിനർ ഇല്ലായിരുന്നു. അപ്പം നമുക്കറിയത്തില്ലല്ലോ നമുക്കറിയത്തില്ല നമുക്ക് എത്ര ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം, നമുക്കൊന്നും അറിയത്തില്ല ഇഷ്യൂസ് ഉള്ള ആൾക്ക്. അപ്പം ട്രെയിനറിന് അത് മനസ്സിലാവും എത്ര അവർക്ക് പുഷ് ചെയ്യാൻ പറ്റും, അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ്. നമ്മളതെല്ലാം ചോദിച്ച് നോട്ട് ചെയ്തിട്ടാണ് അവർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവർ നോർമലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ചുള്ള ട്രെയിനിങ് അവരെ ഒത്തിരി പുഷ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ട് സോൺ കൊടുക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. നമുക്കത് മനസ്സിലാവും. ട്രെയിനർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ. അതുപോലെ ചോദിക്കാനുള്ളത്, കുറേ ആഗ്രഹം ഉണ്ടാവും വർക്കൗട്ട് ചെയ്യണം, ട്രെയിനിങ് എടുക്കണം, ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ, അല്ലെങ്കിൽ ബോഡിയിലൊരു മാറ്റം വേണം. പക്ഷേ ഒരു മടി അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ബ്ലോക്ക് കൊണ്ട് അങ്ങോട്ടേക്ക് എത്താതിരിക്കുന്ന കുറേ പേരുണ്ടാവും. ഇവരോട് എന്താ പറയാനുള്ളത്? പ്രധാനമായിട്ടും ഈ ജേണിയിൽ എന്താണ് ഒരു ഹെൽത്ത് ബെനിഫിറ്റിനപ്പുറം, ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഫിറ്റ്നസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ഒരു ഷോർട്ട് ടേം ഗോൾസ് വെക്കുക. ഇപ്പം ഇത്ര ദിവസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കുക, അങ്ങനത്തെ വലിയ ഗോൾസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആകും. ഫസ്റ്റ് ഡേ കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സെക്കൻഡ് ഡേ കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, തേർഡ് ഡേ കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. 1 വീക്ക് 2 വീക്സ് നമ്മൾ റെഗുലറായിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. ഫസ്റ്റ് ഞാൻ ജിമ്മിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് 15 മിനിറ്റേ വർക്കൗട്ടുള്ളൂ. 15 മിനിറ്റ് കഴിയുമ്പോൾ പൊക്കോളാൻ പറയും. സെക്കൻഡ് ഡേ പറയും 15 മിനിറ്റ് ഉള്ളൂ, പൊക്കോ. തേർഡ് ഡേ അപ്പോൾ ഇത്ര ചെയ്യിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ കിടന്ന് ഭയങ്കര വർക്കൗട്ടായിരിക്കും. അപ്പോൾ തന്നെ എന്നെ ഇത്ര ചെയ്യിക്കാത്തെന്നൊരു സമയമാകുമ്പോൾ തരാമെന്ന് പറയും. വെയിറ്റ് ട്രെയിനിങ് പോലും സെക്കൻഡ് വീക്കിൽ ഒരു 2.5 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ 1 hour ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേന് അന്നത്തെ മോട്ടിവേഷനിൽ നമ്മൾ 1 hour ചെയ്യും. സെക്കൻഡ് ഡേ നമ്മൾ ചെയ്യത്തില്ല. ഭയങ്കര ബേർഡനായിട്ട് ഫീൽ ചെയ്യും. നമ്മളങ്ങനെ എക്സോസ്റ്റ് ആയിട്ട് ബേൺഡ് ഔട്ട് ആയി പോകും. അങ്ങനെ കൊടുക്കാതെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആദ്യം നിങ്ങൾ എന്താണോ ആദ്യമേ കയറി ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഫോം ഓഫ് വർക്കൗട്ട്, ജസ്റ്റ് ഡാൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അതവർ എൻജോയ് ചെയ്യുമ്പോൾ അവർക്ക് വർക്കൗട്ട് ചെയ്യുന്ന പോലെ തോന്നത്തില്ല. അപ്പോൾ സൂംബ അങ്ങനെയൊക്കെ എയറോബിക്സ് അങ്ങനെ കുറേ ഫോം ഉണ്ടല്ലോ, അതെന്തെങ്കിലും പോയി ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് ജിമ്മിലോട്ട് വന്ന് മസിൽ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്താൽ മാത്രമേ കൂടത്തുള്ളൂ. എസ്പെഷ്യലി ലേഡീസിന് വെയിറ്റ് ട്രെയിനിങ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വർക്കൗട്ട്, ഒരു സൂംബയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോയി വർക്കൗട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് വേർക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഉള്ളിൽ തന്നെ തോന്നും. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയും.
അതുപോലെ സ്ത്രീകളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റബിളായിരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ മാറ്റം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? വരുന്നതും പിന്നെ അവസാനം അവർ വളരെ കോൺഫിഡൻ്റായി മാറുന്ന ഒരു യാത്ര എന്തായാലും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ലോകത്തെ നോക്കുന്നതും ലോകത്തോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അങ്ങനത്തെ ഒത്തിരി കേസസ് ഇവിടെ തന്നെ ജിമ്മിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര വരുമ്പോഴേ വിഷമത്തോടെയാണ് വരുന്നത്. ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഈ ഇതൊക്കെ ചെയ്യണമല്ലോ, ഇതൊക്കെ ചെയ്താലല്ലേ വണ്ണം കുറയത്തുള്ളൂ. അവരൊട്ടും പ്രസൻറ്റബിൾ ആയിരിക്കത്തില്ല, അവർ ഒരുങ്ങത്തില്ല, ഡ്രസ്സ് പോലും എന്തെങ്കിലും ഒരു ലൂസ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഒരു മോട്ടിവേഷനിലല്ല വരുന്നത്. പക്ഷേ സ്ലോലി അവർ വെയിറ്റൊക്കെ കുറഞ്ഞ് ഒത്തിരി പേരും അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പഴയ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റി, ചെറുപ്പത്തിലെ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റി, ഞാൻ ഇട്ട് നോക്കി. അങ്ങനെ ഒരു ബോഡി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും അവർക്ക് മോട്ടിവേഷനാണ്, പിന്നെ ഇത് തന്നെ മെയിൻറ്റെയിൻ, ഇങ്ങനെ തന്നെ പോകണം. ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പഴയ ഡ്രസ്സുണ്ട്, നമ്മൾ ചെറുപ്പത്തിലിട്ട ഡ്രസ്സ് പിന്നെ എടുത്തിടാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് വിചാരിച്ചിട്ടുള്ളതായിരിക്കും. ഒരിക്കലും ഇനി എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല. അങ്ങനെ വിചാരിക്കുന്നവർ അതിലേക്ക് ഏജ് റിവേഴ്സ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഉള്ളിൽ തോന്നും. ഫിറ്റ്നസ് രംഗത്തൊരു 10 വർഷത്തിലധികമായി, അപ്പോൾ കുറേ മിത്സ് കേൾക്കുന്നുണ്ടാവും ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട്. അതൊന്ന് പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണെങ്കിൽ നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും. അതൊരു മിത്ത് തന്നെയാണ്. കാരണം പെയിൻ ഉണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ എന്തോ ബോഡിക്ക് എന്തോ ഒരു നമ്മൾ പറയും എത്ര വേണമെങ്കിലും പുഷ് ചെയ്തോ പെയിൻ ഉണ്ടെങ്കിലും ചെയ്തോ അങ്ങനെ പറയും. മസിൽ പെയിൻ ആണെങ്കിൽ ഓക്കെ ശരിയാണ്, മസിൽ ഗ്രോത്തിന് മസിലിൽ ടയർ ഉണ്ടായി പെയിൻ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്, അത് സമ്മതിച്ചു. പക്ഷേ വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ്, ഇങ്ങനെ ജോയിൻറ്റ് ഇഷ്യൂസ്, അങ്ങനെ എവിടെയെങ്കിലും പ്രഷർ കൊടുക്കും. നമ്മളിപ്പം ചെസ്റ്റ് മസിൽസിനുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിൽ തന്നെയാണോ കിട്ടുന്നത് അത് നമ്മൾ ചോദിക്കുക, അല്ല വല്ല ജോയിൻസിലാണോ അതിന് പെയിൻ വരുന്നത്, അങ്ങനെയാണ് നമ്മൾ ചോദിക്കണം അവരോട്. അപ്പം ജോയിൻ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളതൊരു ഇൻഡിക്കേഷൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ പുഷ് ചെയ്ത് വെയ്റ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന്. പിന്നെ സ്പോട്ട് റിഡക്ഷൻ, പറഞ്ഞ പോലെ ഒരു കുറേ ക്രഞ്ചസ് ചെയ്താൽ ആപ്സ് കുറയും, അതൊരു മിത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാതെ ആപ്സിൽ തന്നെ ഫാറ്റ് എടുത്ത് കളയാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഓരോ ബോഡി പാർട്ടിൻ്റെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, അല്ലാതെ ഒരു പാർട്ടിലെ മാത്രം നമുക്ക് കുറയാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ പറയുവാണെങ്കിൽ തേർഡ് വൺ, എത്ര സ്വെറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ളവരുണ്ട്. ചിലർ എ സിയും ഫാനും എല്ലാം ഓഫ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും. അത്രയും വേർത്തോട്ടെ, വേർത്തങ്ങ് ഓട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വേർക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും, നമ്മൾ ഇത്ര എന്തോ ചെയ്തു എന്നുള്ള എഫക്റ്റൊക്കെ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കാനഡയിലൊക്കെ ഉള്ളവർ വർക്കൗട്ട് ചെയ്തിട്ട് ഒരിക്കലും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതൊരിക്കലും ശരിയല്ല. അത് നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടൻ്റ് ആണ് പോകുന്നത്, അല്ലാതെ ഇനി വേർത്തഞ്ഞ് ഓടിപ്പോയി വെയിറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിയാണ്, കുറച്ച് വെയിറ്റ് കുറവായിരിക്കും, അത് എന്നാ വാട്ടർ ലോസാണ്, അല്ലാതെ ഫാറ്റിന് ഒന്നും പറ്റുന്നില്ല. ലാസ്റ്റ് എന്ന് പറയുന്നത് വർക്കൗട്ട് എവറി എന്ന് പറയുന്നത്. എവറി ഡേ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ബോഡിക്ക് വർക്കൗട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോഴാണ് ആക്ച്വലി ബോഡിയിൽ ശരിക്കുമുള്ള ബേണിങ് നടക്കുന്നത്, റെസ്റ്റിൻ്റെ ടൈമിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മസിൽ ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മൺഡേ നമ്മൾ ചെസ്റ്റ് മസിൽസിനുള്ള വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ 2 days ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ചെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 48 hours ആ മസിൽ ഗ്രൂപ്പിന് റെസ്റ്റ് വേണം. അങ്ങനെ അപ്പം ഒരു 5 days വർക്കൗട്ടിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 6 days എ വീക്ക്. 1 day എന്താണെങ്കിലും ഒരു കംപ്ലീറ്റ് ഫുൾ റെസ്റ്റ് കൊടുക്കണം പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈയിടെയായിട്ട് കുറച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുറച്ച് ഇത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ, ഇപ്പം ഫോർ വുമൺ 60 ml കുഴപ്പമില്ല, മെൻ 90 ml കുറച്ച് എമൗണ്ടാണ്, 1 ml ആണെങ്കിലും പ്രശ്നമാണ്. അതായത് നമ്മൾ ആൽക്കഹോൾ എടുത്ത് കഴിയുമ്പോൾ എംപ്റ്റി കാലറീസാണ്, അതിനകത്ത് ന്യൂട്രീഷൻ ഒന്നുമില്ല, നമുക്ക് വേണ്ട ഒരു സാധനവും ഇല്ല. അത് നമ്മുടെ ഫാറ്റ് ബേണിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മസിൽ റിപ്പയർ, വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസിൽ റിപ്പയറിങ്ങിന് ഒരു ടൈം ഉണ്ടല്ലോ, അപ്പം അതെല്ലാം സ്ലോ ഡൗൺ ചെയ്യും. ഒരു 36 hours കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റ്. അതായത് നമ്മുടെ മസിൽ റിക്കവറിയും ഫാറ്റ് ലോസും എല്ലാം സ്ലോ ഡൗൺ ചെയ്യും ആൽക്കഹോൾ ചെന്ന്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആൽക്കഹോൾ ചെല്ലുമ്പോൾ. ലിറ്റിൽ ആൽക്കഹോളും പ്രശ്നമാണ്. അതുപോലെ എല്ലാവരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഷുഗർ ഇൻടേക്ക് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്. അത് നല്ലതാണോ? ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയ്ക്ക് നമ്മൾ ഷുഗർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താ? ഷുഗർ ഒരു വില്ലനൊന്നുമല്ല,
പക്ഷേ കാലറീസ് ആണ്. ഈ ഇപ്പോൾ ഒത്തിരി ഫോം ഓഫ് ഷുഗർ ഉണ്ടല്ലോ, പല ടൈപ്പ്, ജാഗറി, ഹണി, അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ട് ഷുഗർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയാം നാളെ തൊട്ട് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അവരുടെ ബോഡിയിൽ തന്നെ അവർക്ക് ഈവൻ മെൻ്റലി തന്നെ ഇഷ്യൂസ് വരും. പിന്നെ അവർ ഒരു ഒറ്റയടിക്ക് എല്ലാം കൂടെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയും ഫസ്റ്റ് ആ വൈറ്റ് ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പം ഒരു ചായക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടുവാണെങ്കിൽ 1 സ്പൂൺ ആക്കി കുറച്ച് നാൾ കൊണ്ടുപോവുക. അപ്പോൾ അത് ബോഡി യൂസ്ഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഹാഫ് സ്പൂൺ ആക്കുക. അങ്ങനെ സ്ലോലി കുറയ്ക്കുവാണെങ്കിൽ അവർക്കതൊരു വലിയ ഇഷ്യൂസായിട്ട് വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറയും ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒരു മധുരം ചെന്നാലേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയും ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യുക ഡയറ്റിൻ്റെ കൂടെ. അപ്പോൾ അതിനൊരു നാച്ചുറൽ ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ട് ഷുഗർ 3 നേരവും ചിലവരുണ്ട് ആഫ്റ്റർ എവറി മീൽ അവർക്ക് എന്തെങ്കിലും ഷുഗർ എന്തെങ്കിലും കഴിക്കണം, മധുരം കഴിക്കണം. അപ്പോൾ അവരോട് ഒരു പീസ് ഓഫ് കേക്ക് കഴിക്കുകയാണെങ്കിൽ അതൊരു ഹാഫ് പീസായിട്ട് കുറയ്ക്കുക. ക്വാണ്ടിറ്റി വൈസ് ആദ്യം കുറച്ചിട്ട് കട്ടിലേക്ക് പോകാമെന്നല്ല. അതുപോലെ അതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസും ഫിറ്റ്നസ്സും തമ്മിൽ ബന്ധമുണ്ടല്ലോ. പ്രഷർ, ഷുഗർ, ഇതൊക്കെ കൺട്രോളിലാവുകയോ കൊളസ്ട്രോൾ, ഇതൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് അതെല്ലാം കുറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, PCOD എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് അതാണല്ലോ PCOD. അപ്പോൾ അവർ ഡോക്ടർ ആദ്യമേ പറയുന്നത് ഡയറ്റ് നോക്കാനും വർക്കൗട്ട് ചെയ്യാനോ. അപ്പം ഈ PCODക്ക് ഒരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല. അപ്പം അത് നമുക്ക് ആ സിംറ്റംസ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം PCOD ഉള്ളവർക്കാണെങ്കിൽ ഫേഷ്യൽ ഹെയർ കൂടുന്നു, അങ്ങനത്തെ ഇഷ്യൂ, ഇറഗുലർ പീരിയഡ്സ്. അപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 3 months 4 months ഒക്കെ പീരിയഡ്സ് വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പതുക്കെ പീരിയഡ്സ് ഒക്കെ വരാൻ തുടങ്ങും. ഈവൻ അവരുടെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. പിന്നെ ഓൾട്ടർനേറ്റ് മന്തിൽ വരാൻ തുടങ്ങും. അപ്പോൾ വർക്കൗട്ടിൽ തന്നെ ഒരു ഹെൽത്തി ലിവിങ്ങിലേക്ക് വരുമ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് അതിൽ ചേഞ്ചസ് വരും. കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. ഫേഷ്യൽ ഹെയർ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നോൺ വെജ് ഇമ്പോർട്ടൻ്റ് ആണോ, അത് കഴിക്കേണ്ടതുണ്ടോ, അതെങ്ങനെയാണ്? കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ക്ലയൻസിൽ തന്നെ ഉണ്ട്, അവർക്ക് വെജിറ്റേറിയൻ ഡയറ്റ് ആയിരിക്കും വേണ്ടത്. അവരോട് നമ്മൾ പറയാം ഇനിയിപ്പോൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല, നമുക്ക് മസിൽ ഗെയിനൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമ്മൾ നാളെ തൊട്ട് നോൺ വെജ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല. അവർ ഒരു പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കും, അവരുടെ ലൈഫ് സിറ്റുവേഷനും കൊണ്ട് അവർ അങ്ങനെ ആയതായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പറയും എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മൾ പറയുന്നത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സോയ, പൾസസ്, അങ്ങനത്തെ സാധനങ്ങൾ, ലെൻറ്റിൽസ്, അങ്ങനത്തെ സാധനങ്ങൾ, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, പയറ്, പരിപ്പ്, അങ്ങനെ കടല, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. അവർ ചുമ്മാ അപ്പോഴും കാപ്സ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ആക്ച്വലി നോൺ വെജ് ആൾക്കാർക്കായിരിക്കും വണ്ണക്കുറവ്. വെജ് ആൾക്കാർ ഓൾറെഡി ഭയങ്കര ഫാറ്റായിരിക്കും, എല്ലാവർക്കും ഭയങ്കര വണ്ണമായിരിക്കും. അവർ ഗീയും അങ്ങനെയൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി നോക്കാതെ കഴിക്കും. ഞാൻ പറഞ്ഞ പോലെ നോൺ വെജിൻ്റെ യൂസ് എന്നാന്ന് ചോദിച്ചാൽ അത് നോൺ വെജ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഫില്ലിങ്ങാണ്, ക്രേവിങ്സ് കുറയും. അതാണ് മെയിനായിട്ട്. ഓക്കെ, ഇനി ഒരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് നിർത്താം. ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ജിമ്മ് നടത്തുന്നുണ്ട്. ഈ ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ഡ്രീം എന്താണ്? ഈ ഫിറ്റ്നസ് ജേർണിയിലെ ഒരു ഡ്രീം എന്താ? ഫിറ്റ്നസ് ജേർണിയിൽ ആക്ച്വലി ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്താണോ ഡ്രീം ചെയ്ത് ആ ലെവലിൽ ഞാൻ എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എനിക്കിതുപോലെ കുറേ ക്ലയൻറ്റ്സ് വേണം, അവരുടെ റിസൾട്ട് കാണണം, അങ്ങനെ മോട്ടിവേറ്റഡ്. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ഞാൻ അറ്റ് പ്രസൻറ്റ് ഞാൻ എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റിസൾട്ട് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര മോട്ടിവേഷൻ. എനിക്കും വർക്കൗട്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ വേണമല്ലോ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. കേറ്റിനെ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇനി ഇങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.